വിടുതലൈ പാർട്ട് 2 വെട്രിമാരൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. വിടുതലൈ ഒന്നാം ഭാഗത്തിലാണ് സംഭവങ്ങളുടെ തുടർച്ചയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം അതുകൊണ്ട് ഈ സിനിമ കാണുക. ഫസ്റ്റ് പാർട്ടിൽ സൂര്യ അവതരിപ്പിച്ച കോൺസ്റ്റബിൾ കുമരേശന്റെ പെർസ്പെക്ടീവിലായിരുന്നു കഥയെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വിജയ് സേതുപതിയുടെ പെരുമാളിന്റെ കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അദ്ദേഹത്തിന്റെ പ്രണയവും വിപ്ലവവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ ഒരു വെട്രിമാരൻ സംഭവം, ക്ലാസ് പടം എന്ന് തന്നെ പറയാം. ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ പടമാണ്, ഗംഭീരമാണത്. സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ എനിക്ക് അത്ര തൃപ്തി നൽകിയില്ല എന്നതാണ് സത്യം. എന്ന് വെച്ചത് മോശം എന്നല്ല, ആ തൃപ്തിയുടെ ഒരു മീറ്റർ അല്പം കുറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യത്തെ ഒരു 30 മിനിറ്റ് കിടിലം പടമാണ്. പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു സ്റ്റഡി ക്ലാസ് ഡോക്യുമെന്ററി സ്റ്റൈൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ശരിക്കും അഡ്രസ് ചെയ്യേണ്ട ശക്തമായ പൊളിറ്റിക്സ് തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്, ഒരു യുദ്ധം പോലെ എന്ന് തന്നെ പറയാം. അങ്ങനെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്ന് പടം അവസാനിക്കുകയാണ്. വെട്രിമാരന്റെ ക്രാഫ്റ്റും ഐഡിയോളജിയും തന്നെയാണ് പടത്തിന്റെ കരുത്ത്. ഒപ്പം ഗംഭീര പ്രകടനങ്ങൾ, ഇടയ്ക്കിടെയുള്ള ഹൈ മൊമെന്റ്സ് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പെരുമാൾ അഥവാ കറുപ്പനായിട്ട് വിജയ് സേതുപതിയുടെ ഗംഭീര പെർഫോമൻസ് തന്നെ പടത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ അവാർഡ് കൊടുക്കേണ്ട സാധനമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ബട്ട് വെൽ ഡിസേർവിംഗ് ആണ്. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് സൂര്യക്ക് ഇതിൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള റോളാണ്. അവസാനം മാത്രമാണ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുള്ളത്. എങ്കിലും ഒരു കോമഡി അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന സൂര്യയുടെ കഴിവ്, അദ്ദേഹത്തിന്റെ റേഞ്ച് പുറത്തെടുത്തത് വെട്രിമാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പെരുമാളിന്റെ മെന്ററായ കെ ആയിട്ട് വന്ന കിഷോറിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസും പടത്തിലുണ്ട്. ഒപ്പം പോലീസ് ഓഫീസർ ഇൻചാർജ് ആയിട്ട് വന്ന ചേതനും കിടുവായിരുന്നു. പെരുമാളിന്റെ ഭാര്യ മഹാലക്ഷ്മി എന്ന ശക്തമായ റോളിൽ മഞ്ജു വാര്യരും കിടുവായിരുന്നു. സ്ക്രീൻ സ്പേസ് അതിൽ കുറവാണ്, പക്ഷെ വളരെ ഇമ്പാക്റ്റ് ഉള്ള, കഥയിലേറെ പ്രാധാന്യമുള്ള റോളാണ്. ചിലയിടങ്ങളിൽ മഞ്ജു വാര്യരുടെ തമിഴ് ഉച്ചാരണം, അതിലൊരു മലയാളം കലർന്നതുകൊണ്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല. തുടക്കത്തിലെ ആക്ഷൻ സീനുകളിൽ കറുപ്പനായിട്ട് വന്ന കെൻ കരുണാസ് കിടുവായിരുന്നു. IAS ഓഫീസറായിട്ട് വന്ന രാജീവ് മേനോനും നൈസാണ്. അനുരാഗ് കശ്യപ് ഒരു ക്യാമിയോ റോളിലുണ്ട്. പിന്നെ ബോസ് വെങ്കട്ട്, വിൻസെന്റ് അശോകൻ, മനോബാല തുടങ്ങിയവരും പടത്തിലുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ, ഭവാനി ശ്രീ എന്നിവർക്ക് ഈ പാട്ടിൽ റോളൊന്നുമില്ല. ടെക്നിക്കൽ സൈഡിൽ എനിക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. ഈ പടത്തിലെ 70കളും 80കളും ഒക്കെയാണ് കാണിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന വണ്ടികളാണെങ്കിലും സ്ഥലങ്ങള്, കെട്ടിടങ്ങള്, ഇതെല്ലാം ആ കാലഘട്ടത്തിലെ അതേ സംഭവങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗംഭീര അഭിനന്ദനം തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ മേക്കപ്പ്, വിജയ് സേതുപതിയുടെ ആണെങ്കിലും ഇപ്പൊ 30കളിൽ കുറച്ച് കറുത്ത താടി രോമങ്ങൾ, കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ചെറിയ നര, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമായ അവസ്ഥ. മഞ്ജു വാര്യരുടേതാണെങ്കിലും അങ്ങനെ. സോ മേക്കപ്പ്, കോസ്റ്റ്യൂം ഒക്കെ കിടുവായിരുന്നു. R വേൽരാജിന്റെ ക്യാമറ ഗംഭീരമാണ്. R രാമറിന്റെ എഡിറ്റിംഗും പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. ഇളയരാജയുടെ BGM ഓക്കെയാണ്. പാട്ടുകൾ എനിക്ക് ഫസ്റ്റ് പാട്ടിലായിരുന്നു കൂടുതൽ ഇഷ്ടം. B ജയമോഹനന്റെ തുണൈവൻ, തങ്കത്തിന്റെ വെങ്കൈച്ചാമി എന്നീ നോവലുകളെ ബേസ് ചെയ്താണ് പടത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വെട്രിമാരനും B ജയമോഹനും ചേർന്നാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിന്റെ രത്ന ചുരുക്കവും ഈ സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന സംഭവങ്ങളുമാണ്. അത്രയേ ഉള്ളൂ ഇതിന്റെ മൊത്തം കഥ. പിന്നെ ഇതിലേക്ക് വിജയ് സേതുപതി കൂടി വന്നപ്പോൾ പ്ലോട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പടം 2 പാർട്ടാക്കി മാറ്റിയെന്നാണ് കേട്ടത്. സോ പടത്തിന് ലെങ്ത് കുറച്ച് കൂടുതലാണ്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, കാരണം ഇത് വലിയൊരു സ്റ്റോറിയാണ്. അത് ഈ 2 മണിക്കൂർ 47 മിനിറ്റിനുള്ളിൽ തീർക്കണം. പക്ഷെ കഥ നടക്കുമ്പോഴുള്ള ഡയലോഗ്സ്, അതിന്റെ മുകളിൽ കൂടിയുള്ള നരേഷൻ, അങ്ങനെ നമ്മൾ കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തമിഴ് മനസ്സിലാകും, എങ്കിൽ പോലും ചില കാര്യങ്ങൾ, ചില ഡയലോഗുകൾ മിസ്സായി പോയ, അല്ലെങ്കിൽ മനസ്സിലാകാതെ പോയ ഒരു അവസ്ഥയുണ്ടായി. സബ് ടൈറ്റിൽ വേണമെന്ന് തോന്നി. ഇനി സബ് ടൈറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതൊരു ടയറിംഗ് പ്രോസസ്സായി മാറിയേനെ. അതുപോലെ തന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്തൊക്കെ ഒരു വിരസത ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നക്സലൈറ്റിന്റെ കഥയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ എൻഡിങ് എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണല്ലോ. ചുരുക്കത്തില് ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായതെന്ന് പറയാം. അതിന്റെ അത്രയും എൻഗേജിംഗ് ആയിട്ട് വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഇതിന് ലഭിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ക്ലാസ് പടമാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ബാക്കി തന്നെയാണ് പ്രോപ്പറായിട്ട് സ്റ്റോറി കംപ്ലീറ്റ് ആക്കുന്നതാണ്. ചുമ്മാ ഇപ്പം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും മെഗാ സീരിയൽ പോലെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടായിട്ട് അങ്ങനെ പോകുന്നതല്ല. ഒരു പ്രോപ്പറായ ഒറ്റ സ്റ്റോറിയാണ്, അത്രയും ജെനുവിൻ ആണ്. ബട്ട് ഫസ്റ്റ് പാർട്ട് അത്രയും ഗംഭീരമായതുകൊണ്ട് ഇതിൽ നിന്നും ഞാൻ ചിലപ്പോൾ കൂടുതൽ പ്രതീക്ഷിച്ചതുകൊണ്ടാവാം അതിന്റെ അത്ര തൃപ്തി എനിക്ക് കിട്ടാതെ പോയത്. തൃപ്തി കുറഞ്ഞതേ ഉള്ളൂ. പടം മോശമൊന്നുമല്ല, സംസാരിക്കുന്ന പൊളിറ്റിക്സ് വളരെ സ്ട്രോങ്ങുമാണ്. അപ്പോൾ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.